ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനും കുഞ്ഞുമുണ്ട്, ലിയോ ഉണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുഞ്ഞു ഉറക്കമാണ് കേട്ടോ, ഉറങ്ങാൻ പോകുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ കുഞ്ഞുവും പിന്നെ ലിയോ അമ്മയുമാണ് കേട്ടോ. ലിയോ തറയിൽ കിടക്കുകയാണ്. കുഞ്ഞു ഇവിടെ വാലും വിറപ്പിച്ച് ഇവിടെ എല്ലാം ചുറ്റി നടക്കുന്നുണ്ട്. അവനൊരു വാല് പറയരുതേ, അവനെന്തോ ഇഷ്ടപ്പെടാത്തതുണ്ട്. അതുകൊണ്ട് അവൻ അപ്പി ഇട്ടിട്ട് ഇങ്ങനെ ഞോണ്ടി മണ്ണിടൂല്ലേ, അതുപോലെ കാണിക്കുന്നുണ്ട്. അവനെന്തോ അസ്വസ്ഥതയുണ്ട്. വേണ്ട, ടിങ് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ വാലങ്ങ് ഉറയ്ക്കണത്. ഞാനേ മെനിഞ്ഞാന്ന് ഇതെൻ്റെ മോളാണ് ഇവിടെ ചെടിയെല്ലാം നടുന്നത്. അപ്പോൾ മെനിഞ്ഞാന്ന് ഇവൻ മുകളിലെല്ലാം വലിഞ്ഞു കയറി എല്ലാം വലിച്ചു തള്ളിയിട്ട് അവളെ ചെടികളൊക്കെ കുറച്ച് ഒടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കറിയാം ഇവന് ചിലപ്പോൾ നല്ല അടി പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകാൻ നേരത്ത് ഇവനെ പൂട്ടിയിട്ടിട്ടാണ് പോയത്. അടി കൊണ്ടവൻ കുഞ്ഞുട്ടൻ എവിടെ നിന്നായാലും അഴുക്കിലാണ് ഇങ്ങനെ നോക്കി നടക്കുന്നത് കേട്ടോ. എൻ്റെ ഉടുപ്പിലുള്ള അഴുക്കെല്ലാം വന്ന് മണം പിടിച്ച് നോക്കുകയാണ്. ഇനി ഇതെവിടെ കുത്തിയിരുന്നു. അവളെ ചെടികൾ ചീത്തയാക്കുമെങ്കിൽ പോക്ക് കേസാണ് കേട്ടോ. അടിച്ചിങ്ങത്തിലും തീരത്തില്ല. ഇതേ കിടന്ന് കുഞ്ഞോൻ കിടന്ന് കുഞ്ഞാൻ. കുഞ്ഞുട്ടിക്ക് ശരീരത്തിന് ചെറിയൊരു അസ്വസ്ഥത. അവനെ വെളിയിലൊന്നും വിടുന്നില്ലല്ലോ മേഞ്ഞ് നടക്കാനൊന്നും. ഇവിടെ ആണെങ്കിൽ വേറെ പൂച്ചകളും അങ്ങനെയൊന്നുമില്ല. എന്ത് ചെയ്യുക, നാട്ടിൻ പുറത്തായിരുന്നെങ്കിൽ അവന് ഇഷ്ടം പോലെ മേഞ്ഞ് നടക്കായിരുന്നു. ഇവിടെ വേറെ പൂച്ചയൊന്നുമില്ല. ഉണ്ടായിരുന്ന പൂച്ചകളൊക്കെ പട്ടികൾ ചുമ്മാതെ കടിച്ചു കൊന്നു കളയും. ഇപ്പോൾ ഇവിടെ കിടന്ന് വിളിയും ബഹളമായിട്ട് ഇങ്ങനെ നടക്കും. വെളിയിൽ വിട്ടാൽ പിന്നെ നമുക്ക് കൂടെ വയ്ക്കാനും പറ്റത്തില്ല. വേറെ പൂച്ചകളുടെ അടുത്തൊക്കെ പോയി മേഞ്ഞിട്ട് വരുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ പിന്നെ ഇവനെ കിട്ടുന്ന അസുഖം നമ്മളെടുത്ത് വെച്ചിട്ട് ഇവനെ പിന്നായിരിക്കുമ്പോഴോ പിള്ളേരൊക്കെ എടുക്കുമ്പോൾ അവൻ പേടിച്ചിട്ട് ഇങ്ങനെ കൈയും കാലുമൊക്കെ ഇട്ടവയെടുത്ത് ചാടാനൊക്കെ ഒരുങ്ങും. അപ്പോഴത്തേക്കും നഖമെല്ലാം ദേഹത്ത് കുത്തി ഇറങ്ങും. ഇന്നലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഇവനെ രണ്ടെണ്ണത്തിനെ ഒന്ന് കുളിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇവനെ ഇത്രയും സൗണ്ട് ഇല്ലാതെ ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കണ ഇവൻ ഇന്നലെ എന്ത് ചെയ്തെന്നാ, ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കിടന്നങ്ങ് വിളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്നിട്ട് ഇവ എന്ത് ചെയ്തെന്നാ എൻ്റെ പിടലിക്കോട്ട് ചാടിക്കയറി എന്നെ തന്നു. കയ്യിൽ നഖം കുത്തി ഇറക്കി വെച്ച് തന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ നടന്നാൽ പിന്നെ ദിവസം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അതായിരിക്കും അവസ്ഥ. ഇന്നലെ എന്തായാലും കുളിച്ചു. ഇന്നലെ അധികം ബഹളമൊന്നുമില്ലായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ചൂട് തുടങ്ങിയല്ലോ. അടുത്ത ആളത് കിടപ്പുണ്ട്, ലിയോപ്പി. അവളെ ഓപ്പറേഷനൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അവളെ കുറച്ച് ശല്യം കുറവുണ്ട്. അല്ലെങ്കിൽ അവൾ കിടന്ന് വിളിച്ച് ഒരു സ്വസ്ഥത തരത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഓരോന്നിനെ കൊണ്ടിട്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് വഴക്കിന് വരും. അങ്ങനെ ആകെപ്പാടെ പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങളേ ഉള്ളൂ. മിക്കവാറും ഞാൻ ഇനി ഡോഗീസിൻ്റെ വീഡിയോസൊന്നും ചെയ്യേണ്ടി വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ഡോഗീസിന് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോയിട്ട് പിന്നെ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയില്ല. ആരെയും കാണാനില്ല. എൻ്റെ സംശയം പോലെ ഇനി അതിനെയൊക്കെ മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊണ്ടുപോയോ ഇല്ലയോ ആവോ ഒന്നും അറിയില്ല. അത് ഭക്ഷണം കിട്ടാതെ കിടന്ന് ചത്തുപോയതാണോ എന്നറിയില്ല.
ഒന്നും അറിയില്ല. ഒരു ബുൾഡോസർ പോലത്തെ ഒരു ഡോഗ്, അത് ഓപ്പറേഷൻ എന്തൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ദേഹത്ത് വായു കയറി വീർത്തതുപോലെയാണോന്നറിയില്ല. അങ്ങനെ ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്. അതിനെ മാത്രം ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ട് വിളിച്ചപ്പോൾ അത് വന്നു, ഭക്ഷണം കഴിച്ചു. പിന്നെ വേറെ ഡോഗ്സിനെയൊക്കെ നല്ല ഭംഗിയുള്ള ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ അവർ ചെറിയ കണ്ട അവൻ്റെ നിരാശ കണ്ട, ഡിപ്രഷൻ ഉള്ള ഇടയ്ക്കൂടെ അവളെടുത്ത് ഒന്ന് മുട്ടി നോക്കും. അവൾ നഖം കൊണ്ട് കുത്തി ഇറക്കി വെച്ചിട്ട് പോകും. ചേടാ കുഞ്ഞു, എന്തേനു ചക്കര ചക്കര ഇല്ല കുഞ്ഞ ചക്കര. അപ്പോൾ ഒരു ഡോഗ് മാത്രമേ വന്നുള്ളൂ. അതിന് ഭക്ഷണം കൊടുത്തു. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടി. കാരണം എന്താ പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന കൂറ വേഷത്തിലൊക്കെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ മടിച്ചിട്ട് അങ്ങനെ നമ്മളൊരു ഇൻട്രൊഡക്ഷനൊക്കെ പറയേണ്ടി വരുമല്ലോ. വീഡിയോ അല്ലാതെ എടുത്തു വെച്ചാലും നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി വേണമല്ലോ, അല്ലെങ്കിൽ ആ വീഡിയോ ഇട്ടാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് മടി പിടിച്ച് അങ്ങനെ ഇരിക്കും. അത് തന്നെ എൻ്റെ പരിപാടി. വെറുതെ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്താ കുഞ്ഞൻ ഇവിടെ അങ്ങ് സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡോഗ്സിൻ്റെ വീഡിയോസൊക്കെ ഇനി ഇടുന്നതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഡോഗീസിനെ ഒന്നും കാണാനില്ല, അറിയത്തില്ല. ഇവിടെ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈദരാബാദ് ടൂറിസം അങ്ങനെ ഇങ്ങനെ. പിന്നെ ഡോഗ്സിന് എവിടെയെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടിൽ ഡോഗ്സ് ഉണ്ടോ എങ്കിൽ അതിനെ വന്ധീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കണേ, അധികാരികളെ അറിയിക്കണം. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഗവൺമെൻറ്റുമായിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് സൂത്രങ്ങൾ കാണും. അതുകൊണ്ടായിരിക്കും ഡോഗീസിനെ ഒന്നും അവർ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് കാണും, എന്തെങ്കിലും ഒളിച്ചുകളിയൊക്കെ കാണും. അതിനെ പിടിച്ചുകൊണ്ട് വന്ന് മനുഷ്യവാസം ഇല്ലാത്തടത്തെ എവിടെ ഞാൻ കൊണ്ടിടുമായിരിക്കും. അവിടെ കിടന്ന് അങ്ങ് ചത്തു തീരും. അതായിരിക്കും സത്യം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം ഡോഗ്സ് ഞാൻ പോകുന്ന വഴികളിൽ കണ്ടിട്ടുണ്ട്. അവിടെ ചത്ത് കിടക്കുന്നതുകൊണ്ട് വണ്ടി ഇടിച്ച് ജീവനോടെ കിടക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. വണ്ടി ഇടിച്ച് കൊന്നിട്ടിട്ട് പോകും. അത്രയൊരു ഉപകാരം അവർ ചെയ്യും. അങ്ങനെയൊക്കെ പല വട്ടവും പുഴുവരിച്ച് കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്കവാറും ഞാൻ അങ്ങനെ ഡോഗീസിൻ്റെ വീഡിയോ ഇടേണ്ടി വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ തന്നെ അതിനെയൊക്കെ അങ്ങ് തീർത്തോളും. ഭക്ഷണവും കൊടുക്കാതെ വെള്ളമൊന്നും കിട്ടത്തില്ല. കാരണം അങ്ങനത്തെ ഏരിയകളിലാണ് കൊണ്ട് കളയണത്. പിന്നെ ഇനി ഇവിടെ കിട്ടാത്തപ്പോഴത്തേക്ക് പിന്നെ ഇവിടുത്തെക്കാർക്ക് ആരെങ്കിലും വേണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഏരിയകളിൽ കിടക്കണമെന്നും കൂടെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്തെങ്കിലും ആവട്ടെ, അത്രയേ ഉള്ളൂ. എത്രയോ നമ്മളിപ്പം മനുഷ്യർ, ഞാനിപ്പോൾ ഇവിടെ സേഫായിട്ടിരിക്കുന്നു. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, കിടപ്പാടമുണ്ട്, ആഭരണങ്ങളുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് ആർക്കൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യരുടെ ഇടയിൽ തന്നെ ചവറ് കൂട്ടായി കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഭക്ഷണമില്ല, വീടില്ല. കണ്ടാൽ സങ്കടം തോന്നും. പക്ഷേ നമുക്ക് എല്ലാവരെയും വീട്ടിൽ കൊണ്ട് ഇരുത്താൻ പറ്റത്തില്ല. കാരണം ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നേ. ഒരു ലേഡി, അവർ നേഴ്സാണ്. അപ്പോഴത്തേക്ക് അവരെ കൂട്ടുകാരിയെ കൊണ്ട് അവർ വീട്ടിൽ നിർത്തി. കൂട്ടുകാരി അവർ പോണ സമയത്ത് വേറൊരു കൂട്ടുകാരി വരും, ഭാഷക്കാരി, മറാഠി ഏതുകൊണ്ടാണ് പറയുന്നതായിട്ട് വേറെ ഒരുത്തി വരും. അവളെ കാമുകനെയൊക്കെ വിളിച്ച് കയറ്റി ആ കുഞ്ഞിനെ പിന്നെ എന്തോന്ന് ഡ്രിങ്ക്സിലൊക്കെ മയക്കുമരുന്നോ എന്തൊക്കെ കലർത്തി കൊടുത്ത് ആ കൊച്ചിനെയും പീഡിപ്പിച്ചു. അതിന് ശേഷം ഒരു ദിവസം ആ കൊച്ചിനെന്തോ അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോഴത്തേക്ക് ആ കുഞ്ഞ് എതിർത്തപ്പോൾ അതിൻ്റെ കാലിനെയൊക്കെ തല്ലി ഓടിച്ച് ഇപ്പം അത് സീരിയസ് കണ്ടീഷനിലാണ്. ഇപ്പോൾ 2 വർഷം കൊണ്ട് ആ അമ്മ നിയമ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ട മനുഷ്യരെന്ന് പറഞ്ഞുകൊണ്ട് അവരെങ്ങും വീടിനകത്തൊന്നും കയറിക്കൊന്നും വയ്ക്കാനൊന്നും പറ്റത്തില്ല. പിന്നീട് ചിലപ്പോൾ നമുക്ക് അത് ഉപദ്രവമായിട്ട് മാറും.
അവർ ഉപദ്രവമായിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ സ്വന്തമായിട്ട് കരുതത്തില്ല. നമ്മൾ വന്ന് നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഇടം കൊടുക്കും. ഇങ്ങനെയാവും. നമ്മളിപ്പോൾ എന്തോന്ന് സൂചി വയ്ക്കാൻ ഇടം കൊടുത്താൽ തൂമ്പ കടത്തും എന്ന് പറയില്ലേ. ഒരു വീഡിയോ എന്താ കണ്ടിട്ടുണ്ട്. ആദ്യം ഒട്ടകത്തിന് ഇടം കൊടുത്തപ്പോൾ അത് കുറച്ച് കാലെടുത്തകത്ത് വെച്ച് പിന്നെ തലയെടുത്ത് വെച്ചിട്ട് പിന്നെ അതിനകത്ത് കിടക്കണ മനുഷ്യനെ അങ്ങ് പുറത്താക്കിയിട്ട് ആ ഒട്ടകം അതിനകത്ത് അങ്ങ് കയറി കിടക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരെന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നമ്മൾ സിമ്പതി കാണിക്കാൻ പോയ, സ്നേഹം കാണിക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് തന്നെ വിനയായിട്ട് മാറും. ഞാൻ വഴി കിടക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ദൈവമേ, പാവപ്പെട്ട അപ്പൂപ്പന്മാർ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ വഴി കിടക്കണം കാണുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം തോന്നും. പക്ഷേ പിന്നെ മനസ്സുകൊണ്ട് വിചാരിക്കും സ്വസ്ഥമായിട്ട് സ്വൈരമായിട്ട് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ച് ചിലപ്പോൾ ഉപദ്രവമായി മാറുമല്ലോ. അതെൻ്റെ ചിന്ത മാത്രമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഫ്രണ്ട്സ്.